ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു റാൻഡം സ്ക്രോളിങ്ങിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു RBI അപ്രൂവ്ഡ് ലോൺ ആപ്പ് കാണാനിടയായതും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ലോൺ അപ്രൂവ് ആയതും. എനിക്ക് മാത്രമല്ല, നമ്മുടെ കുറച്ചേറെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൽ നിന്നും മിനിമം എമൗണ്ട് 12,000 രൂപയാണ് ലോൺ അപ്രൂവ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു 5-6% പേർക്ക് ഈ ഒരു ആപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു NBFCയെ കുറിച്ച് അറിയാമായിരിക്കും. നമ്മുടെ ചാനലിലൊന്നും ഇത് ചെയ്തിട്ടില്ല, മറ്റ് ചാനലുകളിലും ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ സൂപ്പർ ആപ്പാണ്, അധികം ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങളുടെ ലൈവ് പ്രൂഫ് ഉൾപ്പെടെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് സാലറി എന്ന സംഭവമേ വേണ്ട. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഡെബിറ്റ് ക്രെഡിറ്റ് റേഷ്യോ അവർ നോക്കില്ല. ഇനി 100% ഉണ്ടെങ്കിലും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ, ലയബിലിറ്റി നമ്മളുടെ ബാങ്കിങ് ബേസ് ചെയ്താണ് ലോൺ, സിബിൽ ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്താണ് ബാങ്ക് ലോൺ തരുന്നത്. അപ്പോൾ ഇതിൽ ബാങ്കിങ് നോക്കുന്ന സമയത്ത് നമ്മളുടെ വരവിനെക്കാട്ടിയും കൂടുതൽ ചിലവുണ്ടെങ്കിൽ മിക്ക ബാങ്കുകൾ ഇൻ കേസ് ട്രൂ ബാലൻസ് ഉൾപ്പെടെ ലോൺ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലോൺ ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു NBFC അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ആ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ 100ന് മുകളിലോട്ടാണ്. എല്ലാ NBFCയിൽ നിന്നും ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ സിബിൽ 525 പിന്നെ അധികം ബാങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ സാലറി എന്ന സംഭവം അവർ ചോദിക്കില്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിങ് ആപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊടുക്കുന്ന സമയത്ത് സാലറി എന്ന് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ബാങ്കിങ് ഇൻകം വരുന്ന മോഡ് ഓൺലൈൻ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരും റിജക്റ്റ് ചെയ്തല്ലേ, നമ്മൾ ട്രൂ ബാലൻസിൻ്റെ കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയ ആ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 12,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ KYC അറിയാലോ, ആധാർ കാർഡ് പാൻ കാർഡ് കൊടുക്കുക, എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുക. അപ്രൂവൽ ആയാൽ മാത്രമേ ഇവിടെ എഗ്രിമെൻറ്റ് ചോദിക്കുകയുള്ളൂ. ഡിസ്പേഴ്സൽ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു 24 ഹവേഴ്സിനുള്ളിലാണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ചില ആൾക്കാർക്ക് 2 മണിക്കൂറിൽ തന്നെ ഡിസ്പേഴ്സൽ ആയിട്ടുണ്ട്. അതായത് വർക്കിംഗ് ഡേ ആയിരിക്കണം. അപ്പോൾ ഇന്ന് ആകില്ല, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ന് ആകില്ല, ഓഗസ്റ്റ് 15 ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ഡേ അവർ പറയുന്നത് 24 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഇത് അപ്രൂവൽ ആകുന്നതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ഡേ വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നോക്കുക, ബാങ്ക് ഹോളിഡേ എന്ന് നോക്കുക. ചില ആൾക്കാർ അങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഡിസ്പേഴ്സൽ ഇതുവരെയ്ക്കും ആയിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ആപ്പുകളും NBFCകളും നമ്മൾ ഈ ഹോളിഡേ അന്ന് ഡിസ്പേഴ്സൽ ആകില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേര് ഈ NBFC എന്നാണ് ഈ ഒരു NBFCയുടെ പേര്, ഫിൻഗോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഏറെക്കുറെ ആർക്കും അറിയാൻ പറ്റാത്തൊരു NBFC ആണ്. അപ്പോൾ അവർ മുകളിൽ കാണിച്ചിരിക്കുന്ന ഇതിൽ ഡിസ്പേഴ്സൽ ഇൻ 48 hours ആണ്. ഇനി റിമൈനിങ് ടൈം 23 റെയിൽവേ ടൈമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഡിസ്പേഴ്സൽ ആകുന്നതാണ്. പിന്നെ അവർക്കൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ആപ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റിലെ ഒരു ക്രെഡിറ്റ് അസിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും എന്താണ് ഡിഫോൾട്ട് കാര്യങ്ങളെല്ലാം അവർ ഗൈഡ് ചെയ്യും. എങ്ങനെ സിബിൽ സ്കോർ കൂട്ടാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ 740 എക്സലൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ 2 ഇഷ്യൂസ് ഫൗണ്ട് ഇൻ യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവർ പറയുന്നത് 89 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ആ ഒരു ഗൈഡൻസ് അവർ തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ലോൺ അപ്രൂവൽ ചാൻസ് ആണ്. ഇത് ക്രെഡിറ്റ് സ്കോറിൽ നിങ്ങൾക്ക് മറ്റ് ഇഷ്യൂസ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പേഴ്സണലൈസ്ഡ് വീഡിയോ ഗൈഡൻസും അവർ തരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു 89 രൂപ അടയ്ക്കാൻ പറയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇത് ഉടായ്പൊന്നുമില്ല. ഒരുപാട് പേര് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, പിന്നൊരു ഇൻഫോർമേഷൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് ട്രൂ ബാലൻസ് ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, അങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ് 2-3 ദിവസമായിട്ട് വരുന്നുണ്ട്. ട്രൂ ബാലൻസ് ഇപ്പോൾ 2,000 രൂപ എടുത്തു, 2 മാസത്തെ EMI ആണ്. 1 മാസത്തെ EMI കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ഫുൾ EMIയും ക്ലോസ് ചെയ്തു. ചിലപ്പോൾ ട്രൂ ബാലൻസ് ലോൺ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ മുമ്പ് തന്ന അതേ എമൗണ്ട് തന്നെ 2,000 തരും, ചിലപ്പോൾ അതിലും കുറയും, 1,500 രൂപ
കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ ട്രൂ ബാലൻസ് എടുത്താലും ബ്രാഞ്ചിൽ നിന്ന് എടുത്താലും അതിൻ്റെ കറക്റ്റ് EMI ടൈമിൽ മാത്രം അടയ്ക്കുക. അതിന് മുമ്പേ അടച്ചാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലോൺ ചിലപ്പോൾ ബ്ലോക്ക് ആകും, അല്ലെങ്കിൽ അതിലേക്കാട്ടിയും കുറച്ച് എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. തന്മൂലം സംഭവിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് വേറെ ഏതെങ്കിലും ആപ്പിൽ അടയ്ക്കാനായിരിക്കും ട്രൂ ബാലൻസ് നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതും ബ്ലോക്കാവും, ഇതും ബ്ലോക്കാവും. അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ മുൻകൂട്ടി അടച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കൂട്ടിത്തരികയോ, എൻ്റെ അറിവിൽ 99% NBFC അങ്ങനെ തന്നെയാണ്, ലോൺ കൂട്ടിത്തരികയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ആരും അങ്ങനെ മുൻകൂർ എടുക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് എന്താ പറയുക ഭാവിയിലല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്യൂ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്താ പറയുന്നത്, ഇനി സിബിൽ കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാങ്കിങ് കുറഞ്ഞ ആൾക്കാർക്ക് എങ്ങനെ ലോൺ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കിട്ടും, സിബിൽ എങ്ങനെ കൂട്ടാം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.